സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ 3-4 ദിവസത്തിലധികം കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്കുകളിൽ മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ കറക്ഷൻ വരുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ഫുള്ളി മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ടിലാണ്. വാച്ച് ലിസ്റ്റ് നമുക്ക് 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തതെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറുകൾ മനസ്സിലാക്കി ആ സെക്ടറിലെ സ്റ്റോക്കുകളെ മനസ്സിലാക്കി നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിലവിലത്തെ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ നമുക്ക് എടുത്ത് അത് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പം നമ്മുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് STP അല്ലെങ്കിൽ STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒരു 10 lakhs നമുക്കൊരു ലിക്വിഡ് ഫണ്ടിൽ ഇട്ടിട്ട് എല്ലാ മാസവും നിശ്ചിതമായ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ SIP-ലോട്ട് ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. മാർക്കറ്റ് താഴേക്ക് പോകുന്ന ഒരു സമയത്ത് സ്വിംഗ് ട്രേഡർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അതോ ഈ സമയത്ത് നമ്മൾ മാറി നിൽക്കണം? സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ 3-4 ദിവസത്തിലധികം കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്കുകളിൽ മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ കറക്ഷൻ വരുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ ഏത് സെക്ടറാണ് താഴോട്ട് വീഴുന്നത്, അതിൽ ഏത് സ്റ്റോക്കാണ് താഴോട്ട് വീഴുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഹെഡ്ജിങ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുവഴി നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. പക്ഷെ അതൊരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല, അവർക്ക് ഞാൻ സജസ്റ്റും ചെയ്യുന്നില്ല. പക്ഷെ സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും നിഖിൽ സർ പറയുന്ന ഒരു സാധനമുണ്ട്, സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം സ്വിംഗ് ട്രേഡർ കൂടെയാണല്ലോ, അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം ലോങ് ടേം ആയി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഫണ്ടിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ഫുള്ളി മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ടിലാണ്. കാരണം ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അതിന്റെ 4-5 വർഷം കഴിയുമ്പോഴുള്ള അതിന്റെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, ആ ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. സോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ ഒരു ടൈം ഫ്രെയിം ചോദിച്ചാൽ അതിനെന്താണ്? ടൈം ഫ്രെയിം ഒരു വീക്കിലി ആണ് എല്ലാവർക്കും കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം. കുറച്ച് വലിയ ടൈം ഫ്രെയിം ആണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഫാൾ സിഗ്നൽസ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിലോ ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ടിലോ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ആകാനുള്ള സാധ്യത കൂടുതലും വീക്കിലി ടൈം ഫ്രെയിമിലാണ്. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? ആദ്യം നമ്മൾ വാച്ച് ലിസ്റ്റ് നമുക്ക് 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തതെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറുകൾ മനസ്സിലാക്കി ആ സെക്ടറിലെ സ്റ്റോക്കുകളെ മനസ്സിലാക്കി നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിലവിലത്തെ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ നമുക്ക് എടുത്ത് അത് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടും നല്ലൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഓഹരിയിൽ നിന്ന് എപ്പോൾ എക്സിറ്റ് ആകണമെന്ന് എങ്ങനെ തീരുമാനിക്കും നമ്മൾ? അതെങ്ങനെയാണ് ഇതിപ്പോ നമുക്കിനി ആവശ്യമില്ല എന്ന് തീരുമാനിക്കുക? അതിന് നമ്മൾ ആ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലോട്ട് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആക്ച്വലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു റീസണിങ് വേണം. അതൊന്നെങ്കിൽ ഫണ്ടമെന്റലി ആകാം, അല്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ആകാം. സോ ടെക്നിക്കലി ആണ് നിങ്ങളൊരു സ്റ്റോക്ക് നല്ലത് എന്ന് മനസ്സിലാക്കി വാച്ച് ലിസ്റ്റിലോട്ട് കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള 50 മൂവിങ് ആവറേജോ അല്ലെങ്കിൽ 200 മൂവിങ് ആവറേജിന്റെ ഒക്കെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റം വീക്കായി എന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇനി ഫണ്ടമെന്റൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പനിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ഫണ്ടമെന്റൽ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഒരു ലോങ് ടേം മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ തരത്തിലുള്ള കാറ്റഗറികൾ ഉണ്ടായിരിക്കണം? ലോങ് ടൈമിൽ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡും. ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പോൾ അത് ഓരോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഒരു കുറച്ചുകൂടി ഏജ് ഉള്ള ഒരു 40+ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാർജ് ക്യാപ് അലോക്കേഷൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരു 30 അല്ലെങ്കിൽ 25 ഒരാൾക്ക് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്പിൽ കുറെ കൂടെ എക്സ്പോഷർ കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അതേപോലെ തന്നെ കുറച്ച് ഗോൾഡും, ഇത് 4 ഉള്ളത് വളരെ നല്ലതാണ്. അതിന്റെ അലോക്കേഷനിലുള്ള പെർസെൻറ്റേജ് ചേഞ്ചസ് ഓരോ ആൾക്കാരുടെ ഏജിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ലംസം ആണോ SIP ആണോ നല്ലത്?
SIP എപ്പോഴും നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ കാലവും നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തു പോകുക. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും. ഇനി മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പം നമ്മളുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് STP അല്ലെങ്കിൽ STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒരു 10 lakhs നമുക്കൊരു ലിക്വിഡ് ഫണ്ടിൽ ഇട്ടിട്ട് എല്ലാ മാസവും നിശ്ചിതമായ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ SIP-ലോട്ട് ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അതായത് ആ ലംസം എമൗണ്ട് കൊണ്ടുപോയി മുഴുവൻ നേരെ ഇടാതെ റിസ്ക് ഇല്ലാത്ത ലിക്വിഡ് ഫണ്ടിൽ ഇടുക. അവിടെ നിന്ന് ഓരോ മാസവും STP എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോട്ട് ആഡ് ചെയ്യുക. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കുറച്ച് ലാഭം തരുന്നുണ്ട്. ഇതിനുള്ളൊരു കറക്ഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ടോ? ഇല്ല, ആക്ച്വലി 2020 ശേഷം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഒരു 1.5 വർഷം നോക്കുവാണെങ്കിൽ റിട്ടേൺസ് കൊടുത്തിട്ടില്ല. അപ്പം നിരവധി സ്റ്റോക്കുകൾ തന്നെ നമ്മൾക്ക് വാല്യുവേഷൻ വൈസ് ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്നൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മേ ബി ഈ ഒരു സൈഡ് വേസ് രീതി കുറെ കൂടെ മുന്നോട്ട് പോകാം.